നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നന്ദു കൃഷ്ണനാണ് അറസ്റ്റിലായത്. MDMA കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത്. ഗർഭിണിയായ യുവതി വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആയൂർ ഇളമാട് സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. ദമ്പതികൾ തമ്മിലുള്ള തർക്കമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് സൂചന. ഡ്രൈവറെ തെരുവ് നായ ആക്രമിച്ചു. ആയൂർ ഇളമാടാണ് സംഭവം. ബസ് കാത്ത് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഡ്രൈവർ ഇളമാട് സ്വദേശി സേതുവിനെയാണ് നായ കടിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യഫെഡിന്റെ ആലപ്പുഴ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായിരുന്നു അവാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നന്ദു കൃഷ്ണനാണ് അറസ്റ്റിലായത്. 25 മില്ലിഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നന്ദു കൃഷ്ണൻ അറസ്റ്റിലായത്. അഞ്ചലിലാണ് MDMA-യുമായി യുവാവ് അറസ്റ്റിലായത്. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നന്ദു കൃഷ്ണനാണ് 2.5 ഗ്രാം MDMA കാറിൽ കടത്തുന്നതിനിടെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇയാളെ പിടികൂടിയത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് സാഹസികമായാണ് ഇയാളെ പിടികൂടിയതെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതിയാണെന്നും MDMA കടത്തുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയുടെ അക്ഷര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൈക്ക് സെറ്റും ചടങ്ങിൽ കൈമാറി. സാമൂഹിക പരിവർത്തന പ്രക്രിയയിൽ എഴുത്തുകാർ നൽകുന്ന സംഭാവന അമൂല്യമാണെന്ന് CR മഹേഷ് MLA അഭിപ്രായപ്പെട്ടു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് സബർമതി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് കരുനാഗപ്പള്ളിയിലെ എഴുത്തുകാർ നൽകിയിട്ടുള്ള സംഭാവന ചരിത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഇടങ്ങളായി വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും മാറിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സബർമതി ഗ്രന്ഥശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടുന്ന എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ചെറിയ വാക്കുകളിൽ ഉദ്ഘാടനം ചെയ്തായിരുന്നു. സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമഞ്ജിത് മിശ്ര അധ്യക്ഷത വഹിച്ചു. സബർമതി അക്ഷര പുരസ്കാരം ആൻസി ജെയിംസിനും, അക്ഷരശ്രീ പുരസ്കാരം കഥാവിഭാഗത്തിൽ രാകേഷ് നാഥിനും, നോവൽ വിഭാഗത്തിൽ സുരേഷ് ദേവ് മുഖത്തലയ്ക്കും, ബാലസാഹിത്യ വിഭാഗത്തിൽ സന്തോഷ് പ്രിയനും, കവിതാ വിഭാഗത്തിൽ KD ഷൈബു മുണ്ടയ്ക്കലിനും പുരസ്കാരം നൽകി. CR മഹേഷ് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലൈബ്രറിക്ക് അനുവദിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ചടങ്ങിൽ കൈമാറി. സെന്റർ ഫോർ സയൻസ് ഡയറക്ടർ V. അരവിന്ദകുമാർ, സെക്രട്ടറി VR ഹരികൃഷ്ണൻ, നോവലിസ്റ്റ് P. സുനിൽകുമാർ, ബാലസാഹിത്യകാരൻ മനോജ് അഴീക്കൽ, ബിന്ദു വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. BJP സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തേവലക്കരയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 11 വർഷത്തെ ജനകീയ പദ്ധതികളെക്കുറിച്ചും അതുവഴി രാജ്യത്തുണ്ടായ വികസനവും ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനായാണ് BJPയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. BJP തേവലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S. വേണുഗോപാൽ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനമനസ്സുകളെ എപ്പോഴും സ്പർശിക്കുന്നവർ തന്നെയായിരിക്കും. പാർലമെന്റ് മന്ദിരത്തിൽ അദ്ദേഹം കയറി ചെന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ സേവകനാണ്, ഞാൻ നിങ്ങളുടെ സേവകനാണ്, നിങ്ങളെ ഭരിക്കുവാനല്ല നിങ്ങളെ സേവിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് സേവനം, സദ്ഭരണം, അതുപോലെ ജനക്ഷേമം എന്ന് പറയുന്നതാണ്.
പറയുന്നത് സേവനത്തിലൂന്നിയതായിരിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് സേവനത്തിലൂന്നിയതായിരിക്കണം. ആ സേവനത്തിലൂന്നിയ ഭരണവും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുമ്പോൾ അത് സദ്ഭാവനയായിരിക്കണം, സദ്ഭരണമായിരിക്കണം അതുണ്ടാകേണ്ടത്. ജില്ലാ സെക്രട്ടറി തെക്കടം ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ബലരാമൻ, ഡോക്ടർ വിജയൻ, ഹരികൃഷ്ണൻ എബി, അജയകുമാർ, തേവലക്കര രാജീവൻ, മധുസൂദനൻ പിള്ള, ഹരികുമാർ, നിർമ്മല ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഗർഭിണിയായ യുവതിയെ വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആയൂർ ഇളമാട് സ്വദേശിനി അശ്വതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അശ്വതിയും ഭർത്താവും ഒരുമിച്ച് ആശുപത്രിയിൽ പോയിരുന്നു. ആശുപത്രിയിൽ നിന്നും തിരികെ വന്നതിന് ശേഷമാണ് തൂങ്ങി മരിച്ചതെന്ന് കരുതുന്നു. വാളകം ആണ്ടൂർ സ്വദേശിയാണ് അശ്വതി. അശ്വതിയുടെ ഭർത്താവ് മനു കർണാടകത്തിലാണ് ജോലി ചെയ്യുന്നത്. അശ്വതിയുടെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് മനു നാട്ടിലെത്തിയത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വീട്ടിലെത്തിയ യുവതിയും ഭർത്താവും തമ്മിൽ വിറകുകീറുന്നതിനെപ്പറ്റി ചെറിയ വഴക്കുണ്ടായി. ഇതിനുശേഷം ശുചിമുറിയിലേക്ക് പോയ അശ്വതി ഏറെ നേരം കഴിഞ്ഞും പുറത്തേക്ക് വന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശുചിമുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ബന്ധുക്കളുടെ സഹായത്തോടെ ഉടൻ തന്നെ വാളകം മെയ്സി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോൾ ഈ പയ്യനെ, ഇവൻ്റെ ഭർത്താവ്, പെൺകുട്ടിയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവൻ TV കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവള് ബാത്റൂമിലേക്ക് പോകുന്നിട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആളിനെ കണ്ടില്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ ആൾ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് പയ്യൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പയ്യൻ ഇവൻ്റെ സഹോദരൻ്റെ ഭാര്യയും പിന്നെ ഒരു ബന്ധുക്കളെ ആരെയൊക്കെ വിളിച്ചു വരുത്തി പെട്ടെന്ന് അവർ ആശുപത്രിയിൽ ഒരു ആട്ടോ വിളിച്ച് നേരെ വാളകം മേഴ്സി ഹോസ്പിറ്റലാണ് ഫസ്റ്റ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും മരണപ്പെട്ടു പോയി. ഉടനെ അവരവിടെ നിന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് പിന്നെ തുടർ നടപടിക്കായി കൊട്ടാരക്കര താലൂക്കിലേക്ക് മാറ്റുകയുണ്ടായി. മനുവും ഭാര്യയും മനുവിന്റെ സഹോദരനും കുടുംബവും ഒരുമിച്ചാണ് വീട്ടിൽ കഴിഞ്ഞു വന്നത്. സംഭവം നടക്കുമ്പോൾ സഹോദരന്റെ ഭാര്യ കുട്ടികളെ വിളിക്കാനായി സ്കൂളിലേക്ക് പോയിരിക്കുകയായിരുന്നു. പൂയപ്പള്ളി പോലീസ് മനുവിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി. ഭരണിക്കാവിൽ സംഘടിപ്പിച്ച സംഗമം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിലാണ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചത്. ഗ്രന്ഥശാല സംഘം ജില്ലാ കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ചെങ്കിലും പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വലിയ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അതൊരു ഗ്രാമത്തിലെ ലൈബ്രറി ഒരു കാരണവശാലും ഇംഗ്ലീഷ് പുസ്തകം വാങ്ങി വെക്കാൻ പോകില്ല, മലയാള പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ അറിയുന്ന നാട്ടിനോട് ഗ്രാമത്തിനോടും സ്വന്തം ഗ്രന്ഥശാലയോടും ഒരു ആഭിമുഖ്യം കാണിച്ചതിന് ഞാൻ അദ്ദേഹത്തെ വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വായനയിൽ അദ്ദേഹത്തെ അപ്പോസിലൊക്കെ ജോലി കിട്ടുന്നതിനുള്ള കാരണമായിട്ടുണ്ട് ഈ ഗ്രന്ഥശാലയുടെ വായന. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഈ ഗ്രന്ഥശാലയിലേക്ക് ഞാൻ എവിടെ പോകുമ്പോഴും എത്ര ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഈ ഗ്രന്ഥശാല നിലനിർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥശാലയുമായി എന്റെ ബന്ധം ഇങ്ങനെ നിലനിർത്തുകയായിരുന്നു അദ്ദേഹം പറയുന്നത്. RS അധ്യക്ഷത വഹിച്ചു. കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിനീഷ് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. R മദനമോഹനൻ, അജി ബാഹുലേയൻ, R സുജാകുമാരി, A സാബു, അനിത പ്രസാദ്, K വിജയമ്മ, KC സുഭദ്രമ്മ, രാജേന്ദ്രൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഡ്രൈവറെ തെരുവുനായി ആക്രമിച്ചു. ആയൂർ ഇളമാടാണ് സംഭവം. ബസ് കാത്ത് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഡ്രൈവർ ഇളമാട് സ്വദേശി സേതുവിനെയാണ് നായ കടിച്ചത്. സേതു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ 6:30 ആയൂർ ഇളമാട് ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. ആയൂർ ഇളമാട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന പിക്കപ്പ് ഡ്രൈവർ ഇളമാട് സ്വദേശി സേതുവിനെയാണ് നായ കടിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്, എന്നെ കടിച്ചത്. ആ പട്ടി ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് കയ്യിൽ കൊടുങ്ങപ്പോഴത്തേക്ക് എൻ്റെ ഈ മുട്ടിന് താഴെ കടിച്ചു പറിച്ചു. അതാണ് സംഭവിച്ചത്. അവിടെ നിന്ന് എന്നിട്ട് അത് അവിടെ കിടപ്പുകൊണ്ടല്ല പട്ടി കിടന്നത്. സേതു വാഹനമെടുക്കുന്നതിനായി പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. ബസ് സ്റ്റോപ്പുകൾ ഉൾപ്പെടെ തെരുവുനായകൾ കൂട്ടം കൂടിയെത്തുന്നത് പതിവാണ്. തെരുവുനായ വർധനവിനെതിരെയും തെരുവുനായകളുടെ ആക്രമണത്തിനെതിരെയും കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇളമാട് പഞ്ചായത്തിലെ ഭയങ്കര തെരുവുനായ ശല്യമാണ്. ഏകദേശം ഒരു 250 തെരുവുനായ റോഡുകളെ കിടന്ന് നെട്ടോട്ട് പോകുക. കൊച്ചുങ്ങളെ കടിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനൊരു അറുതി വരുത്താനായിട്ട് എന്തെങ്കിലും സർക്കാരോ പഞ്ചായത്തോ എന്ന് മുൻകൈയിട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീര സഹകരണ സംഘത്തിൽ തീവെട്ടിക്കൊള്ള നടക്കുകയാണെന്ന് ആരോപിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കർഷകർക്ക് കൃത്യമായി പാൽവില നൽകുന്നില്ല, ക്ഷേമനിധി കൃത്യമായി അടയ്ക്കാത്തതിനാൽ കർഷകർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, ക്ഷീരകർഷകർക്ക് ലഭിക്കേണ്ട റിവോൾവിംഗ് ഫണ്ട് ഭരണസമിതി അംഗങ്ങൾ തട്ടിയെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീരകർഷക സഹകരണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കൻ മൈനാഗപ്പള്ളി സോമവിലാസം ചന്തയിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. മിൽമ മുൻ ചെയർമാൻ കല്ലട രമേശ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പലിശ ഓരോ വർഷവും സംഘം ഉണ്ടാക്കുന്ന ലാഭം ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 22% ടോക്കനാണ് കൊടുക്കുന്നത്, ബാക്കി മിൽമയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ലാഭം, മിൽമയിൽ നിൽക്കുന്ന ലാഭം, വ്യാപാരത്തിൽ നിൽക്കുന്ന ലാഭം ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ റിട്ടേൺ പ്രോസസ് കിട്ടുന്ന പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾ 5.8% ബോണസ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ, PM സെയ്ദ്, അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യഫെഡിന്റെ ആലപ്പുഴ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് മികവ് 2005 വിതരണം നടന്നു. ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഏതാണ്ട് 24 ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് നൽകി. ആലപ്പുഴ ജില്ലയിൽ SSLC 124, +2 31, 155 കുഞ്ഞുങ്ങൾക്കാണ് ഇന്നിവിടെ ആദരവ് നൽകുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് എവിടെ വരെ പഠിക്കണോ അവിടെ വരെ ഈ ഗവൺമെന്റ് കാലത്ത് സൗജന്യമായിരിക്കും പഠനത്തിലുള്ള എല്ലാ സഹായങ്ങളും എന്ന കാര്യം പറയാതിരിക്കും. H. സലാം MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിന് ഗവൺമെന്റ് ഭാഗമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട മന്ത്രി നമ്മോട് സംസാരിക്കും. വകുപ്പിന്റെ ഭാഗമായി നിരവധിയായ ഇത്തരം പ്രോത്സാഹന പരിപാടികളും പിന്തുണയും നല്ലതുപോലെ ലഭിക്കുന്നൊരു കാലമാണ്. ആ സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ ഏറ്റവും നന്നായി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ കഴിയണം. VR രമേശ് എൻഡോമെന്റ് അവാർഡ് PP ചിത്തരഞ്ജൻ MLA വിതരണം ചെയ്തു. ഏത് ഉത്തരവാദിത്വവും ഏത് ചുമതലയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു വിഷയത്തിലും നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാകേണ്ടത്, നിങ്ങളുടെ മനസ്സ് അലിയേണ്ടത്, നിങ്ങൾ ഉത്തരവാദിത്വബോധം പ്രകടിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യന്റെ കാര്യത്തിലായിരിക്കണം. കാരണം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ അവസരം ലഭിക്കാതെ ഹതഭാഗ്യവാന്മാരായി മാറിയ 10,000 ഈ തീരത്തിന്റെ മണ്ണിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ എന്നിവർ വിശിഷ്ടാതിഥികളായി. മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P. സഹദേവൻ, ജില്ലാ മാനേജർ B. ഷാനവാസ്, ജനപ്രതിനിധികൾ, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ചവറം മണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ പഞ്ചായത്താണ് തേവലക്കര. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും ഇനി മുതൽ CCTVയുടെ നിരീക്ഷണത്തിലായിരിക്കും. ചവറ നിയോജകമണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് തേവലക്കര. CCTVയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത് അധ്യക്ഷത വഹിച്ചു. ബിന്ദുമോൾ BS, P. ഫിലിപ്പ്, U. ഫാത്തിമ കുഞ്ഞ്, B. രാധാമണി, അനസ് യൂസഫ്, ബിജി ആന്റണി, S. ഓമനക്കുട്ടൻപിള്ള, ഷെമീന താഹിർ, അജിത സാജൻ, S. പ്രസന്നകുമാരി, ലളിത ഷാജി, പ്രിയങ്ക ശൈലേഷ്, I. അനസ്, അൻവർ MA, ബിസ്മി അനസ്, പ്രദീപ് A. ഫെർണാണ്ടസ്, സുനിൽ K, രതിദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. KSFE ഗോൾഡ് അപ്രൈസേഴ്സ് CITU കൊല്ലം ജില്ലാ കൺവെൻഷൻ നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൺവെൻഷൻ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത്. KSFE ഗോൾഡ് അപ്രൈസേഴ്സ് CITU കൊല്ലം ജില്ലാ കൺവെൻഷനാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്.
കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CITU ഏരിയ സെക്രട്ടറി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ലഭിച്ച വോട്ടും സീറ്റും അവർക്ക് ലഭിച്ചില്ലെങ്കിൽ മൂന്നാമതും കേന്ദ്രത്തിൽ BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സ്വകാര്യവൽക്കരണമാണ്. അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. അവരുടെ പൊതുവായ നയം അതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക. ഇന്ത്യൻ റെയിൽവേ, LIC തുടങ്ങിയ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിൽ ദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിതമായ നയമാണ്. ആദ്യം പറഞ്ഞത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക. ഇപ്പോൾ പറയുന്നത് ലാഭനഷ്ടം നോക്കാതെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കാർ മുതൽ മുടക്കുള്ള കോടാനകോടി രൂപയുടെ സമ്പത്ത് ഒന്നുകൂടി കിടക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വകാര്യ കമ്പനികളിലേക്ക് വാങ്ങാണ്. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. രാജീവ് പ്രവർത്തന പരിപാടി വിശദീകരിച്ചു. കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനും അടുത്ത മാസം നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനും രാജേഷ് പ്രസാദ് എന്നിവർക്ക് ചുമതല നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നന്ദു കൃഷ്ണനാണ് അറസ്റ്റിലായത്. MDMA കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത്. ഗർഭിണിയായ യുവതി വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആയൂർ ഇളമാട് സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. ദമ്പതികൾ തമ്മിലുള്ള തർക്കമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് സൂചന. ഡ്രൈവറെ തെരുവ് നായ ആക്രമിച്ചു. ആയൂർ ഇളമാടാണ് സംഭവം. ബസ് കാത്ത് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഡ്രൈവർ ഇളമാട് സ്വദേശി സേതുവിനെയാണ് നായ കടിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യഫെഡിന്റെ ആലപ്പുഴ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായിരുന്നു അവാർഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.